ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോപ്പിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. നമ്മളൊരു ചെറിയ ക്രീം മേക്കിംഗ് വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ജെല്ലല്ല ക്രീമിൻ്റെ ബേസ് ഒന്നും ഇല്ലാണ്ട് ജെല്ല് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയത്. കാരണം ആൾക്ക് ഞാൻ എന്ത് കൊടുത്താലും ആൾ യൂസ് ചെയ്യൂല. ഒരു സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യൂല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് മാത്രം ഒരു ക്രീം ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ ഓക്കെ അത് ഞാൻ ഉണ്ടാക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആളൊന്ന് എന്താ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്ക് വിറ്റാമിൻ സി ഓറഞ്ച് ജെല്ലാണിത്. സ്കിൻ ഗ്ലോ അതേപോലെ സ്കിൻ റെജുനേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് നമ്മുടെ ഓറഞ്ച് ജെല്ല് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ വെയ്റ്റിംഗ് സ്കെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഒന്നിലും പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 200 ഗ്രാം ഓറഞ്ച് ജെല്ല് ആഡ് ചെയ്യാം കേട്ടോ. 200 ഗ്രാം വെച്ചിട്ടേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളെ മക്കൾ ഇങ്ങനെ യൂസ് ചെയ്യാത്ത മക്കളുണ്ടാവുമല്ലോ, മടിയുള്ളവർ. കാരണം എൻ്റെ മോളതൊക്കെ ഡ്രൈ സ്കിന്നാണ്, പക്ഷെ ഒന്നും യൂസ് ചെയ്യൂല. ഒന്നും എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കി കൊടുത്താൽ ഇവർക്ക് മടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് വന്നത് തന്നെ. ആളെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഷിയ ബട്ടർ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം മാറ്റം ഉണ്ടാവാറുണ്ട്. പക്ഷെ ആൾ കൊടുത്താൽ സോപ്പ് ഒരു വെള്ളത്തിലിട്ട് കലക്കി ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ 50-60 രൂപ കൊടുക്കുന്ന സോപ്പ് അങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇനി അതൊരു ഒന്നും മനസ്സിലാവട്ടെ. എല്ലാവരും പറയും കുറച്ചും കൊണ്ട് മനസ്സിലാവുമ്പോൾ ഇപ്പോൾ ഒരു ബ്യൂട്ടി സ്കിൻ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള പ്രായമാകുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജെല്ലിൻ്റെ അകത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തന്നെ സ്കിൻ കെയർ ഓയിലാണ്. വത്തുൽ ഓർഗാനിക്സിൻ്റെ സ്കിൻ കെയർ ഓയിലാണ്. ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മൾ കഷായം വെച്ചിട്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ഓയിലും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതേപോലെ ഓറഞ്ച് ജെല്ലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 200 ഗ്രാം ഓറഞ്ച് ജെല്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം 15 മില്ലി നമുക്ക് എടുക്കണം കേട്ടോ. അതിന് നമുക്ക് ആദ്യം ഒരു വെയിറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ അതിലൊരു യെല്ലോ പോർഷൻ കാണുന്നുണ്ടല്ലോ, അത് എനിക്കിപ്പോൾ ഫ്രാഗ്രൻസ് ഓയിലിന് ഓർഡർ വരുമല്ലോ. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്യുന്നത് ഇതിലാണ് ഞാൻ അളവെടുത്തിട്ട് ആക്കുക. അപ്പോൾ അതിലൊരു ബാലൻസ് വന്നതാണ്. അപ്പോൾ അതിലൂടെയാണ് കേട്ടോ ഞാനിത് ഒഴിക്കുന്നത്. അത് ഇത് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാവേ. അപ്പോൾ 15 മില്ലി ഞാൻ അളന്നെടുത്തു. അത് ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ജെല്ലിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. എല്ലാം കൂടി ഒപ്പം ചെയ്യുന്നല്ല കേട്ടോ. ഇനി നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ജെല്ല് ക്രീം ആവുന്നതും ക്രീമിൻ്റെ ഒരു കളറ് വരുന്നതും ആ സ്ട്രക്ചർ മാറുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളാണ് കേട്ടോ ചെയ്യുന്നത്, അതാണ് ഇതാവാത്തത്. ഇനി ഞാൻ മിക്സ് ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടൂല കേട്ടോ. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഞാനെങ്കിലും വീഡിയോ എടുക്കും, ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് തരുന്നില്ല, അതാണ് കാരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഓറഞ്ച് കളർ മാറുന്ന നിങ്ങൾ കണ്ടല്ലോ, ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ട് മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് പപ്പായ ജെല്ലോ ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ. ബീട്രൂട്ട് ജെല്ല് ചെയ്യാം, അലോവേറ ജെല്ലിൽ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ വിറ്റാമിൻ സിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അതുകൊണ്ട് സ്കിൻ ഗ്ലോയിങ്ങിന് ഹെൽപ്പ് ചെയ്യും ഈ ജെല്ല്. അതൊക്കെ വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഈ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സ്കിന്നൊക്കെ നല്ലോണം മുരിഞ്ഞ് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ. കുട്ടികളാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ചൊറിഞ്ഞ് മുറിയാവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ചിലത് ഇങ്ങനെ ഒരു തണുപ്പുകൊണ്ട് മാത്രം ആവില്ല. അങ്ങനത്തെ ചൊറികൾക്കൊന്നും നമ്മൾ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. തണുപ്പ് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ക്രീം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അല്ലാതിനൊക്കെ നമുക്ക് ഇതെടുക്കാം, നമ്മുടെ ശംഖുപുഷ്പം ക്രീമൊക്കെ യൂസ് ചെയ്യാം, അത് നല്ലതാണ് കേട്ടോ. അത് ഞാൻ മോൾക്കൊക്കെ ഓളെ കാലിൻ്റെ ഇവിടെയൊക്കെ ചൊറിയുണ്ട്, അതിനൊക്കെ ഞാൻ നല്ല ഹെൽപ്ഫുള്ളാണ് ആ ക്രീം. ആൾക്ക് തേക്കാൻ മടിയാണെന്നുള്ളൊരു ഒറ്റ കാരണമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന ഓയിലും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞാൽ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മിക്സിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിറ്റാമിൻ ഇൻ്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ. അത് ഒഴിക്കുന്നതൊന്നും കാണൂല കേട്ടോ. അത് ഞാൻ 4 ടാബ്ലറ്റ് ടോട്ടലി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 2 ഒഴിച്ചു, പിന്നെ 2 ഒന്നും കൂടി എടുത്തു. അങ്ങനെ 4 ടാബ്ലറ്റാണ് ഞാൻ 200 ഗ്രാം ഈ ജെല്ലിലോട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ജെല്ലിനകത്ത് നമ്മൾ ഷെൽഫ് ലൈഫ് പോകാനുള്ള ഒരു സാധനം നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് വെള്ളമോ അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ഒരു സമാധാനത്തിന് ഒരു 6 തുള്ളി ഫെനോക്സി ഞാൻ ഒഴിക്കുന്നുണ്ട്. വെറും 6 തുള്ളി കേട്ടോ. ചെറിയ ഡ്രോപ്സാണ് അതിന് വരിക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറിയ ഡ്രോപ്സാണ് വരിക. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് ആഡ് ചെയ്യേണ്ട കാര്യം ശരിക്കും ഇല്ല കേട്ടോ. കാരണം നല്ല ഒരു പഫി ആയിട്ടുള്ള ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കളറ്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, ഐസ്ക്രീം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്കറിയാലോ, ഇപ്പോൾ ജെല്ലിലാണ് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും കെമിക്കൽ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നല്ല ഒരു നാച്ചുറൽ ഒരു ക്രീം ബോഡി ലോഷൻ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു ലോഷൻ്റെ കൺസിസ്റ്റൻസിയാണ്, നല്ല പഫിനെസ്സോടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ ക്രീം ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ അവളെ അട്രാക്റ്റ് ചെയ്യാനെന്ന് പോലെ ഞാൻ അതിന് മുന്നേ ഞാൻ ഈ അലോവറൻ്റെ ജെല്ല് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വിറ്റാമിൻ ഇൻ്റെ ഓയിൽ മാത്രം ഒഴിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ടപ്പയാണ്, പണ്ട് ക്രീം വാങ്ങിയതിൻ്റെ ഒരു ടപ്പയാണ് കേട്ടോ. അതിലാണ് ഞാൻ അവൾക്കാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഷവർ ജെല്ലിൻ്റെ ബേസിൻ്റെ ആണ്. അപ്പോൾ ഷവർ ജെല്ലിൻ്റെ ബേസിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ പോലും ഇട്ടിട്ടില്ല, എന്നിട്ടും എനിക്ക് ഷവർ ജെല്ലിൻ്റെ ബേസിന് ഓർഡർ വരുന്നുണ്ട് കേട്ടോ. ഈ പച്ച ടോപ്പുള്ള ബേസാണ്, സൾഫർ ഫ്രീ ആയിട്ട് വരുന്ന SLS പാരബൻ ഫ്രീ ആയിട്ട് വരുന്ന ഷവർ ജെൽ ബേസാണ്. ഈ റെഡ് നോർമൽ ഷവർ ജെൽ ബേസ് ആട്ടോ. രണ്ടിനും ഡിഫറെൻറ്റ് റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.